അതായി 6 പാക്ക് ഒക്കെ വന്നിട്ട് അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഹലോ. അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഒരു 4-5 ദിവസത്തിന് ശേഷം വീണ്ടും ജിമ്മിലേക്ക് പോവാണ്. 2 ആഴ്ച ഭയങ്കര തിരക്കായിരുന്നു, നല്ല പണിയായിരുന്നു. എൻ്റെ 2 കൊലീഗ്സ് നാട്ടിൽ പോയി ഹോളിഡേക്ക് പോയി. അപ്പോൾ അവരുടെ ഷിഫ്റ്റ് കൂടി എനിക്കാണ് കിട്ടിയത്. എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ഓഫ് ഉണ്ടായിരുന്നു, അത് ഉറങ്ങി തീർത്തു ഞാൻ. പിന്നെ എൻ്റെ പാർട്ട്ണർ ഋഷി, അവൻ തിരക്കിലായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. മറ്റേക്ക് ഞാൻ രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 9 മണിയൊക്കെ ആകും വീട്ടിലെത്തുമ്പോൾ, തിരിച്ചെത്തുമ്പോൾ. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. നല്ല വെയിലുണ്ട്, സൺ കേസില്ല. ഇന്നൊരു നല്ല സണ്ണി വെതറാണ്. ഞാൻ രാവിലെ 8 മണിക്കെങ്ങാണ്ട് ചായ കുടിച്ചു. 8 മണിക്കല്ല, സോറി, ഞാൻ എണീച്ചത് 11 മണിക്കാണ്. 12 മണിക്കെങ്ങാനും ചായ കുടിച്ചേ. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായി. വിശക്കുണ്ട്, പക്ഷെ കഴിച്ചിട്ട് പോയാൽ ശരിയാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സൺക്രീമാണ്. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. എന്തെങ്കിലും 2 പഴമോ അങ്ങനെ വല്ലതും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കണം. കുട്ടപ്പനയില്ലേ? ഓക്കെ, അതായില്ല. 6 പാക്ക് ഒക്കെ വന്നിട്ട് കാണിച്ചു തരാം. ബൈ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ജിം ബാഗ്. ഇതാണ് എൻ്റെ വീട്. ഇതാണ് വീട്. ഞാൻ ചാവി എടുക്കാനാണ് പുറത്തിറങ്ങിയത്. ഇന്ന് എല്ലാവരും പണിക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുക്കാണ്ട് ഇറങ്ങിയിരുന്നെങ്കിൽ തീർന്നു പോയനെ. അവൻ വരുന്നതിന് മുന്നേ 2 പഴം കഴിച്ചിട്ട് ഒന്ന് സെറ്റാവട്ടെ. അവിടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് സെയിൻസ്ബറീസ് ഉണ്ട്, പിന്നെ ഒരു ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അവിടെ. 2 എണ്ണം എടുക്കാം തൽക്കാലം. തപ്പി നടക്ക ഇതിലൂടെയാണോ അന്നേ വിളിക്കണ്ട? അതാരാ അങ്ങനെ ഒരു കൊയ് വിട്ടത്? അപ്പൊ ഇതാണ് എന്റെ ജിം പാർട്ട്ണർ ഋഷികേഷ്. എന്തായിരുന്നു ഋഷികേഷ്? ജയൻ. മടിയൻ എന്ന് പറഞ്ഞാ ഇതുപോലൊരു മടിയനെ ഞാൻ ഈ പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ല ആരാണെന്ന് മടിയെന്ന്. എപ്പോഴും വിളിക്കും, ഞാനിങ്ങനെ വിളിക്കും. അപ്പൊ ഇന്ന് പോണോ, ഇന്ന് വയ്യ, ഇന്ന് എനിക്ക് പണിയുണ്ട്. ചുമ്മാ വീട്ടിൽ വെറുതെ ഇരിക്കായിരിക്കും, തൊലിഞ്ഞിരിക്കായിരിക്കും, പണിയൊന്നും ഉണ്ടാവില്ല. നമ്മളിന്ന് എന്തിനാ കളിക്കണേ? ജസ്റ്റ് അതല്ല, എന്തിനാ കളിക്കണെന്ന് ചോദിച്ചാ, നീ ആഴ്ചയിൽ 2 പ്രാവശ്യം വരികയും ചെയ്യും. ഇല്ലാട്ടോ, എന്നെ കുറച്ചെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇവനാണ്. ഞാനാണ് മടി കാണിക്കുന്നത്. ഞാൻ പറയാം ഇന്ന് പോണോ, ഇന്ന് വയ്യടാ, അപ്പൊ ഇവൻ ഡൗൺ ആവും. പക്ഷെ അങ്ങനല്ല കേട്ടോ, ഇന്ന് ഈ ആഴ്ച മുതൽ നമ്മളല്ലേ സെറ്റല്ലേ? ഈ ആഴ്ച സെറ്റാണ്, ഫുൾ ഓണാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഷർട്ടൊക്കെ ഊരിയിട്ടുള്ള നടപ്പരിമിനെ കാണിച്ചുതരാം. അത് വെറുതെ അപ്പൊ കഴിഞ്ഞ മാസം പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം പോലല്ല, ഇപ്രാവശ്യം എനിക്കൊരു വേറെ എനർജി ഉണ്ട്, എനിക്ക് ഉണ്ട്. അപ്പൊ ബാക്കി നമ്മൾ അവിടെ നിന്നിട്ട് വെയിറ്റ് ആൻഡ് സീ. അതന്നെ, ബൈ. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽ. അങ്ങനെ നമ്മൾ ജിമ്മ് കഴിഞ്ഞ്
ഋഷി ടയർഡായി. പക്ഷെ എനിക്ക് ഇനിയും എടുക്കാൻ പറ്റുമായിരുന്നു. ആ പറച്ചിലിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാ ടയേർഡ്. ഞാനല്ല ടയേർഡ്. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. പോകുന്ന വഴിക്ക് എനിക്ക് ചിക്കൻ വാങ്ങണം. കറി വെക്കാനൊന്നുമില്ല. ചിക്കൻ കറിയും ചോറും. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ബിരിയാണി കടയുണ്ട്, അവിടുന്ന് ബിരിയാണി കഴിക്കണമെന്ന് വിഷ്ണു പറഞ്ഞായിരുന്നു. അതൊന്നും വ്ളോഗിൽ പറയാൻ പാടില്ല. അതൊക്കെ പറയണം, എല്ലാം പറയണം. സത്യം പറഞ്ഞ ജിമ്മി വരുന്ന ബിരിയാണി കഴിക്കുന്നത് കാണിച്ചതാ. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബിരിയാണി കടയുണ്ട്. മനസ്സിലാക്കണം ഞങ്ങളുടെ രോദന. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ജിമ്മി. ജിമ്മിന് പോകുന്നു, അത് കഴിഞ്ഞ് ബിരിയാണി കഴിക്കുന്നു. അപ്പൊ നമ്മള് പ്രോപ്പർ അതൊക്കെ ചുമ്മാ പറഞ്ഞാണ്. നമ്മള് പ്രോപ്പർ ഡയറ്റോടെയാണ് ഡയറ്റും കാര്യങ്ങളോടാണ് നമ്മള് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് ചീറ്റ് ഡേ ഒന്നുമില്ല. നമ്മള് പ്രോപ്പർ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഈ ചാനലിൽ കാണുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺ. അതാ സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ റിപ്ലൈകൾ അയക്കുക. ഞങ്ങൾ അതെല്ലാം മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറയരുത്, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വിലയിരുത്തുക. താങ്ക് യു. അത്രേ പോലെ. താങ്ക് യു. ബൈ.